സിമ്പിൾ ക്വസ്റ്റ്യൻ. ഗൈസ്, നമ്മൾ ഇന്നത്തെ പരിപാടി എന്ന് വെച്ചാൽ മന്തി കഴിക്കാം. അപ്പൊ മന്തി കഴിക്കുമ്പോൾ നമ്മൾ വെറുതെ കഴിക്കാറല്ലോ. അപ്പൊ നമ്മളെന്തൊരു സ്കീം വെച്ച് നമ്മൾ നാദാരത്തായിട്ട് കുറച്ച് ആളുകളോട് ചോദിക്കും അവിടെ ഏത് ഏറ്റവും നല്ല മന്തി. അപ്പോൾ ഓല് സജസ്റ്റ് ചെയ്യുന്നതിൽ ഏറ്റവും കൂടുതൽ സജസ്റ്റ് ചെയ്യുന്ന ഒരു സ്ഥലത്ത് പോയിട്ട് നമ്മൾ മന്തി കഴിക്കും. അതാണ് നമ്മുടെ ടാർഗറ്റ്. അപ്പം നിങ്ങൾ ഈ വ്ളോഗ് ഫുള്ളായിട്ട് കാണും. പിന്നെ അഥവാ ഈ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാണ്ട് കാണുന്ന ആൾക്കാരാണെങ്കിൽ ഈ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണുക. അത് നമുക്കൊരു പ്രചോദനമായിരിക്കും. ഓക്കെ, അപ്പോൾ ഇതേപോലത്തെ വീഡിയോസ് കാണുന്ന നിങ്ങൾ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. ഓക്കെ, അപ്പോൾ നമ്മൾ നേരെ വീഡിയോ കിടക്കാം. അപ്പോൾ ഓക്കെ, വീഡിയോ കാണാം. ബ്രോ അല്ല നാളെ തെറ്റി നല്ല മന്തി കിട്ടുക. എന്ത് നാളെ തെറ്റി നല്ല മന്തി എവിടെയാടാ? നമ്മള് കുറ്റിയാടിയാ. എന്നാലും ഇവിടെ ഐഡിയ ഉണ്ടാവില്ല. അറിയില്ല കുറ്റിയാടിയാ. സിമ്പിൾ ക്വസ്റ്റ്യൻ ഒന്നുമില്ല. നാദാ തെറ്റി നല്ല മന്തി കിട്ടുക. നാദാ തെറ്റി നല്ല മന്തി കിട്ടുന്ന ഷോപ്പ് ഏതാ? മേഫിൽ മന്തി. ഓക്കെ, ഏറ്റവും കൂടുതൽ ആളുകൾ സജസ്റ്റ് ചെയ്ത സ്ഥലമാണ് മേഫിൽ മന്തി. അപ്പൊ നമ്മൾ നാളെ പോയിട്ട് കഴിച്ചിട്ട് ജെന്യൂൻ ആയിട്ടുള്ള റിവ്യൂ പറഞ്ഞത്. പിന്നെ മേഫിൽ മന്തി നമ്മള് സാധാരണ കഴിക്കുന്ന ഒരു ഷോപ്പും കൂടിയാണ്. ഇതിനൊരു പ്രൊമോഷൻ ഒന്നുമില്ല. പിന്നെ നാദാത്തെ ഏറ്റവും ബെസ്റ്റ് മന്തിയാന്ന് ചോദിച്ചാൽ കിട്ടിയ റെസ്പോൺസിന്റെ പ്രകാരമാണ് നമ്മളിപ്പോ അവിടെ പോകുന്നത്. ഓക്കെ ബൈ, നമുക്ക് അവിടെ എത്തിയിട്ടാണ്. നമ്മള് ഫൈനലി നമ്മൾ പറഞ്ഞ സ്ഥലത്ത് എത്തിയിട്ടുണ്ട്. മേഫിലിന് എല്ലാവരുടെ സജഷൻ പോലെ ബെസ്റ്റ് ആയിരിക്കും തോന്നി. നമ്മളിത് കഴിച്ചിട്ടുണ്ട്. നമ്മളിവിടെ എത്തിയിട്ടുണ്ട്. കൂടെ ഒന്ന് പോയോക്കാം ഇവിടുത്തെ ഫുഡ് എങ്ങനെ ഉണ്ട്. എല്ലാം ജെന്യൂൻ ആയിട്ട് പറഞ്ഞിരുന്നതാണ്. പിന്നെ നമ്മളെ മെയിൻ നമ്മൾ വരുന്നവരെ അധികം കാണുന്ന ഒരു ബയ്യാണിത്. ഈ ബയ്യന്റെ കിടലം കസ്റ്റമർ സർവീസ് ആണ്. പറ്റിയാ നമ്മൾ ഓർഡർ ചെയ്യാൻ പോകാനാണ്. ഇവിടെ എന്തെല്ലാം മന്തി ഉണ്ടെന്ന് നമുക്ക് ചോദിച്ചു നോക്കാം. എന്തെല്ലാം ഇവിടെ ഉള്ള ഏതെല്ലാം മന്തി ഉള്ള? മന്തി സാധാ ചിക്കൻ മന്തി, അൽഫാം മന്തി, ബീഫ് മന്തി, മട്ടൺ മന്തി. മട്ടൻ മന്തി ഉണ്ട്. ഹൈലൈറ്റ് ഏതാ? സ്പെഷ്യൽ ഏതാ? സാധാ കുഴിമന്തി. കുഴിമന്തിയാ? കുഴിമന്തിയാണോ അൽഫാം മന്തിയാണോ? നമ്മൾ അൽഫാം മന്തി കഴിച്ചു നോക്കാം അല്ലേ? അൽഫാം മന്തി. ഓക്കെ, ഹാഫ്. ഓക്കെ, നമ്മൾ അൽഫാം മന്തിയാണ് നമുക്ക് ബെസ്റ്റ്. കുഴിമന്തി സജസ്റ്റ് ചെയ്യും. അൽഫാം മന്തിയാണ് നമ്മൾ മെയിൻ. എല്ലാവരും പോയി കഴിഞ്ഞാൽ നമ്മൾ അൽഫാം മന്തിയാണ് മെയിനായിട്ട് എടുക്കുക. നമ്മൾ ഇവിടുന്ന് അൽഫാം മന്തി തന്നെ എടുക്കാന്ന് വെച്ച്. ഓക്കെ, മന്തി വന്നിട്ടാണ്. ഓക്കെ വൈസ്, നമ്മൾ മന്തി എത്തിയിട്ടുണ്ട്. അടിപൊളി സാധനമാണ്. ഇൻഷാള്ള നമ്മൾ കഴിച്ചതാണ് കൊണ്ടും പറയുന്നത് കിട്ടുള്ള സാധനമാണ്. പിന്നെ ഇവിടുത്തെ എനിക്ക് ഹൈലൈറ്റ് സാധനമാണ് ഇത്, ഈ പുളിയിഞ്ചി. നമ്മൾ പറയാം അതിന്റെ കറക്റ്റ് പേരൊന്നും കേൾക്കണം. പക്ഷെ നമ്മളെ പുളിയിഞ്ചി എന്ന് പറയാം. കിട്ടുള്ള ടേസ്റ്റ് എന്ന് വെച്ചാൽ ഇത് നമ്മൾ കഴിച്ചു കഴിഞ്ഞാൽ ഇവിടുന്ന് നമുക്ക് പോകാനാണ്. അങ്ങനത്തെ സാധനമാണിത്. ഇവിടുത്തെ ഏറ്റവും ഹൈലൈറ്റ് എനിക്ക് തോന്നിയ സാധനമാണിത്. പേഴ്സണലി എനിക്കും ഇഷ്ടപ്പെട്ട ഒരു ഷോപ്പാണിത്. അതുകൊണ്ടാണ് ഇതെല്ലാം പറഞ്ഞിരുന്നത്, കറക്റ്റ് ആയിട്ട് പറഞ്ഞിരുന്നത്. ഇവിടുത്തെ അൽഫാമിന്റെ പീസാണെങ്കിലും ചെസ്റ്റ് ലെവറാകാൻ കൊണ്ട് നമ്മൾ ചെസ്റ്റ് പീസ് എടുത്ത് നമ്മൾ കുറച്ച് ഈ ക്യാരറ്റും ഈ കക്കരിയൊക്കെ ഇപ്പം വന്നു തുടങ്ങിയിട്ട് നമ്മൾ കുറച്ച് റൈസെല്ലാം എടുത്ത് സെറ്റ് ചെയ്യാം. ഓക്കെ, സെറ്റ് ചെയ്തിട്ട് അങ്ങനെ കഴിക്കണമെന്ന് നമ്മൾ കാണിച്ചു തരാം. കുറച്ച് ഇത് ഇവിടെ വെക്കുക. എന്നിട്ട് കുറച്ച് മയോണൈസ് ഇവിടെ വെക്കുക. ഈ സാധനം എടുത്തിട്ട് ഇവിടെ ഇങ്ങനെ ആക്കുക. കിട്ടാ ഇതെല്ലാം ഇങ്ങനെ വെച്ചിട്ട് ഇങ്ങനെ എടുക്കുക. ഇതിനകത്ത് ചെറിയ കഷ്ണം ഇങ്ങനെ എടുക്കുക. എന്നിട്ട് മണ ജസ്റ്റ് ഇങ്ങനെ മയോണൈസിൽ ഇങ്ങനെ കുത്തിക്കോ. എല്ലാത്തിലും ഒന്ന് കുത്തിക്കോ. എന്നിട്ട് നമ്മളിങ്ങനെ ചോറ് കുറച്ചിൻ്റെ അകത്ത് വെച്ചിട്ട് കുറച്ച് മയോണൈസ്, കുറച്ച് ഇഞ്ചി, കുറച്ചിത് എല്ലാം ഇങ്ങനെ കൂട്ടിയിട്ട് എടുത്തിട്ട് കഴിച്ചോ. ശരിയാണ് ഫസ്റ്റ് ബൈറ്റ് തന്നെ വള്ളാണ്. മൊത്തം ഒന്നും പറയാനില്ല. അൽഫാം തന്നെയാ കിടില സാധനം. കിടില സാധനം എങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്? അത്ര നല്ല ടേസ്റ്റ് ഉണ്ട്. പച്ച വെറുതാറൊന്നുമില്ല, നല്ല ടേസ്റ്റ് ഉണ്ട്. നല്ല ടേസ്റ്റ് ഉണ്ട്. കാരണം നമുക്ക് ഇങ്ങനെടുത്ത് കഴിച്ചു നോക്കാം. അടിപൊളി സാധനം. നമ്മള് ബാക്കി എടുത്ത് കഴിച്ച് കഴിഞ്ഞിട്ട് മറ്റേ ആംബിയൻസ് ഒന്നും വേണ്ടില്ല. ഓക്കെ, അപ്പൊ ഗൈസ് നമ്മള് ഫുഡെല്ലാം കഴിച്ച് മന്തി ഹാഫ് ഓർഡർ ചെയ്ത് ഹാഫ് അൽഫാം മന്തി സെറ്റ് സാധനം ഫുഡ് കഴിച്ചിട്ട് തളർന്നു പറയാ. പിന്നെ ഇതിന്റെ ബില്ല് വന്നത് വരികയാണെങ്കിൽ 450 ആണോ? അതിനകത്ത് ഹാഫ് അൽഫാം മന്തിക്ക് വരുന്നത് 450 രൂപ. പിന്നെ ഈ മൗണ്ടേണ്ടി ഇല്ലാണ്ടെന്ന് മന്തി
മൗണ്ടൻ ഡ്യൂ അല്ലെ പെപ്സി, അത് ഉറപ്പാണ് മന്തിയുടെ കൂടെ. പിന്നെ ഇതിന്റെ ഇപ്പം പറയുന്നത് ഇതിന്റെ ഹൈലൈറ്റ് സാധനം ഇതാണ്. ഇതുള്ളതുകൊണ്ട് മാത്രമാണ് ഈ ഹാഫ് അൽഫാം മന്തി സിമ്പിളായിട്ട് തിന്നായത്. ഇതും കൂട്ടി അടിക്കുമ്പോൾ കിട്ടില്ല ഫീലാണ്. ആദ്യം നിന്ന ഫീലാണ് ലാസ്റ്റ് വരെ പിടിച്ചേക്കും. അത്ര കിട്ടില്ല സാധനമാണ്. പിന്നെ എന്റെ പറയാനാണെങ്കിൽ കിടില ആംബിയൻസ് ആണ്. ആംബിയൻസ് വെച്ച് പറയുകയാണെങ്കിൽ കിടില ആംബിയൻസ് ആണ്. മേലെ അങ്ങോട്ടും ഇങ്ങോട്ടെല്ലാം ഉണ്ട്, നല്ല സ്പേസ് ഉണ്ട്, അത്യാവശ്യം നല്ല സ്പേസ് ഉണ്ട്. പിന്നെ താഴെയുണ്ട്, അത്യാവശ്യം കിടില ആംബിയൻസ് ആണ്. പിന്നെ ഇവിടുത്തെ പറയാൻ ഹൈലൈറ്റ് ആയിരുന്നുള്ള കേരളം വന്നിട്ട് എക്സ്പീരിയൻസ് ചെയ്തിട്ട് കമന്റ് ചെയ്യും അങ്ങനെ ഉണ്ടെന്നും. പിന്നെ കഴിച്ചോലുണ്ടവരെ ഓരോ അഭിപ്രായം പറയാം. എല്ലാം സെറ്റാക്ക്. അപ്പൊ എല്ലാവരും ഇനി ഇവിടത്തേക്ക് വാ. ഞാൻ ഇവിടുത്തെ കറക്റ്റ് ലൊക്കേഷൻ ഇവിടെ അവസാന വീഡിയോ ലാസ്റ്റ് കാണിക്കുന്നത്. ഓക്കെ, ഇവിടെ ഹോം ഡെലിവറി ഉണ്ടാ? എവിടെ വരെ ഉണ്ടാവും? ഞങ്ങള് ഏകദേശം കുറ്റാടി ഭാഗത്ത് കുറ്റാടി വരെ, കുറ്റാടി തൊട്ടിൽപ്പാലം വരെ ഉണ്ട്. പിന്നെ തലശ്ശേരി, പാനൂര്, പാറാട്, പാറക്കടവ് ആ ഭാഗങ്ങളുണ്ട്. പിന്നെ വടകര വരെ ഏകദേശം 7 ഡെലിവറി ബോയ്സ്. സ്പെഷ്യൽ ഏതാ? സ്പെഷ്യലായിട്ട് ഇവിടെ ഇപ്പോ നമ്മളത് സ്പെഷ്യൽ എന്ന് പറയാനുള്ളത് ബീഫ് മന്തിയാണ്. പിന്നെയുള്ളത് മട്ടൻ റാൻ മന്തിയാണ്. ആൽമന്തിയിലുണ്ട് മട്ടൻ റാൻ മന്തി. മട്ടൻ പിന്നെയുള്ളത് പിന്നെ കൂടുതലായിട്ടും ആൾക്കാർ ചോദിച്ചു വരുന്നത് പെരുവരി മന്തിയാണ് കൂടുതൽ ചോദിച്ചു വരുന്നത്. വേറെ നിലവിലുള്ളത് അൽഫാം മന്തി, നോർമൽ മന്തി, അൽഫാം മന്തി, പിന്നെ മട്ടൻ മന്തി, ബീഫ് മന്തി, കോഴി മന്തി, നോർമൽ മന്തി, കുഴി മന്തി. നമ്മളിവിടുത്തെ ബില്ലെല്ലാം അടിച്ചിട്ട് വരാം. ഓക്കെ, പായസിന്റെ ലൊക്കേഷൻ കറക്റ്റ് വരുന്നതെന്ന് വെച്ചാല് അവിടെ വടകര നാദാരത്തേക്ക് പോകുമ്പോൾ പാലത്തിന്റെ തൊട്ട് മുന്നേ തന്നെയാണ് ഇതിന്റെ ലൊക്കേഷൻ വരുന്നത്. ഏകദേശം ട്രെൻഡ്സ് ഷോപ്പിന്റെ നേരെ ഓപ്പോസിറ്റ് ആയിട്ട് വരുന്നത്. എല്ലാവരും ഇവിടെ കയറ്റി അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യും. ഓക്കെ, കമന്റ് ചെയ്യണം. എന്നാൽ എക്സ്പീരിയൻസ് ചെയ്യുന്ന നഷ്ടം വരുന്ന മനസ്സിലാണ് ഒരിക്കലും പറയുന്നത്. കിടിലൻ മന്തിയാണ്. പിന്നെ ഇതിപ്പോ ഒന്നല്ല നമ്മൾ കഴിക്കുന്നത്, നമ്മൾ ഏകദേശം 3 കൊല്ലമായിട്ട് വിട്ട് കസ്റ്റമറാണ്. അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് ഇത്രയ്ക്ക് ഉറപ്പ് വരുന്നത് കിടിലൻ മന്തിയാണ്. എങ്ങനെ കഴിക്കാനും നല്ല മന്തിയാണ്. അപ്പൊ ഇതുപോലത്തെ ഫുഡ് ബ്ലോഗ്സ് വേണമെങ്കിൽ നിങ്ങൾ കമന്റ് ചെയ്യും. ഇതുപോലത്തെ വീഡിയോസ് ആയിട്ട് കാണണമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക. ഇത് 3 ചെയ്ത് വെച്ചാൽ നമുക്ക് വീഡിയോയിലുള്ള ഒരു പ്രലോഭനം. ഓക്കെ, അപ്പൊ എല്ലാവരും വീഡിയോ കാണുന്ന എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. ഓക്കെ, ബൈ ഗൈസ്.